ഉമ്മൻചാണ്ടി സ്മൃതി സംഗമം ഇപ്പോൾ പുതുപ്പള്ളിയിൽ പുരോഗമിക്കുകയാണ്. അവിടെ ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ നിർമ്മിച്ചു നൽകുന്ന 12 വീടുകളുടെ താക്കോൽ വിതരണവും നടക്കുന്നുണ്ട്. കേൾവിശക്തി നഷ്ടപ്പെട്ട കുട്ടികൾക്കായി ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ നടപ്പാക്കിയ ശ്രുതി തരംഗം പദ്ധതിയുടെ 2ാം ഘട്ടവുമുണ്ട്. ചടങ്ങിലെ വിശദാംശങ്ങളുമായി ലേബി സരീന്ദ്രനുണ്ട്. ലേബി, ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ കുടുംബം പുഷ്പാർച്ചന നടത്തി. ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. രാഹുൽ പ്രസംഗിച്ചു കഴിഞ്ഞിരിക്കുന്നു. എന്താണ് അദ്ദേഹം പറഞ്ഞത്? അവ താക്കോൽ വിതരണമാണ്. 12 കുടുംബങ്ങൾക്കുള്ള താക്കോൽ വിതരണം. സ്മൃതി ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ നിർമ്മിച്ചു നൽകുന്ന വീടുകളുടെ താക്കോൽ ദാനമാണ് അല്പം മുമ്പ് രാഹുൽ ഗാന്ധി നിർവഹിച്ചത്. അതിനൊപ്പം തന്നെ വിദ്യാഭ്യാസ സ്കോളർഷിപ്പുകളുടെ വിതരണം ഇപ്പോൾ നടക്കുന്നു. ഏതായാലും കല്ലറയിൽ പ്രാർത്ഥനാ നിർഭരമായ ചടങ്ങുകൾ വളരെ കൃത്യം 10 മണിക്ക് തന്നെ കല്ലറയിലേക്ക് എത്തി കബറിടത്തിൽ പ്രാർത്ഥന നടത്തിയതിനു ശേഷമാണ് പള്ളിയിൽ പരിശുദ്ധ ഭാവയടക്കമുള്ളവരോട് ചർച്ച നടത്തി. അതിനുശേഷമാണ് ഇങ്ങോട്ട് ഈ വേദിയിലേക്ക് എത്തിയത്. വേദിയിലെത്തിയ രാഹുൽ ഗാന്ധി വളരെ വൈകാരികമായ പ്രസംഗമാണ് നടത്തിയത്. തൻ്റെ 21 വർഷത്തെ രാഷ്ട്രീയ അനുഭവ സമ്പത്തിൽ ഉമ്മൻചാണ്ടിയെപ്പോലെ ഒരു മനുഷ്യനെ മനസ്സിലാക്കുന്ന ഒരാളെ കണ്ടിട്ടില്ല. ഇങ്ങനെ ഒരു മനുഷ്യനെ താൻ ദർശിച്ചിട്ടില്ല. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച് അദ്ദേഹം സ്വയം ഇല്ലാതായ ഒരാളാണ്. എത്രയോ രാഷ്ട്രീയ ആരോപണങ്ങളാണ് അദ്ദേഹം നേരിട്ടത്. രാഷ്ട്രീയ എതിരാളികളിൽ നിന്ന് നുണപ്രചാരണങ്ങൾ നേരിട്ടു. അതിനേക്ക് അദ്ദേഹം എങ്ങനെയാണ് അതിജീവിച്ചതെന്ന് അതാണ് ലേബി സേന്ദ്രൻ. ഉമ്മൻചാണ്ടി എന്ന രാഷ്ട്രീയ നേതാവ് എങ്ങനെ വ്യത്യസ്തനാകുന്നു എന്നുള്ളതാണ് രാഹുൽ ഗാന്ധി ചടങ്ങിൽ അനുസ്മരിച്ചത്. ഇനി